ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് FIR ഫിൽറ്റർ യൂസിങ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിൻഡോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ FIR ഫിൽറ്റർ അങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിൻഡോസിന് നമ്മൾ 3 വിൻഡോസ് ആണ് പഠിച്ചത്. ഒന്ന് റെക്ടാങ്കുലർ വിൻഡോ, ഹാമിംഗ് വിൻഡോ ആൻഡ് ഹാങ്ങിങ് വിൻഡോ. ഇപ്പോൾ ഈ വിൻഡോസ് എന്ന് പറയുമ്പോൾ ഓരോ വിൻഡോസിന് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് വിൻഡോ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസയേർഡ് ഫിൽറ്റർ, അതായത് H of n നമ്മൾ കാണുന്നത് ഇമ്പൾസ് റെസ്പോൺസ് കാണുമ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ഡിസയേർഡ് ഡിസയേർഡ് ഇമ്പൾസ് റെസ്പോൺസ് ഉണ്ട്, അതായത് HD of n എന്ന് പറഞ്ഞിട്ട്. ആ HD of n നമ്മൾ ആദ്യം കാണുന്നു. HD of n ഇൻറ്റു നമ്മുടെ വിൻഡോ ഫംഗ്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് H of n കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിൻഡോസിൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ച് നമ്മൾ ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ മറ്റതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അതായത് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ FIR ഫിൽറ്റർ ഡിസൈൻ ചെയ്യാം. സോ ഹിയർ ഇൻ ദിസ് മെത്തേഡ് ദ ഐഡിയൽ ഓർ ഡിസയേർഡ് filter response is sampled at sufficient number of periods. അപ്പോൾ നമുക്ക് ഉള്ള ഫിൽറ്റർ റെസ്പോൺസ്, അതായത് ഫിൽറ്റർ റെസ്പോൺസ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സാമ്പിൾ ചെയ്യാണ്. ഫിൽറ്റർ റെസ്പോൺസ് സാമ്പിൾഡ് നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ ചെയ്യുന്നത്, അറ്റ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പീരീഡ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫിൽറ്റർ റെസ്പോൺസിനെ സാമ്പിൾ ചെയ്തിട്ട് ദീസ് സാമ്പിൾസ് ആർ ദ DFT കോഎഫിഷ്യൻസ് ഓഫ് ദ ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ അങ്ങനെ സാമ്പിൾ ചെയ്യുന്ന ഈ സാമ്പിൾസിന്, നമ്മൾക്ക് കിട്ടിയ ഈ സാമ്പിൾസിനെ നമ്മൾ എന്താണ് പറയുന്നത്, DFT കോഎഫിഷ്യൻസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. Hence, the impulse response of the FIR filter is determined by taking the inverse DFT. അപ്പോൾ നമുക്ക് കിട്ടിയ സാമ്പിൾസ് എന്ന് പറയുന്നത് DFT കോഎഫിഷ്യൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, IDFT, നമ്മൾ ആ കിട്ടിയതിൻ്റെ IDFT എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് കിട്ടും, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ കോഎഫിഷ്യൻസ് കിട്ടും. സോ നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അതായത് HD of e raised to j omega ആണ് ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇത് നമുക്ക് തന്നിട്ടുണ്ടാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി H of k ആണ് DFT സീക്വൻസ് obtained by sampling. അതായത് HD of e raised to j omega സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ DFT സീക്വൻസ് ആണ് H of k എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ H of kയുടെ IDFT എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻവേഴ്സ് DFT കിട്ടും, അതായത് നമ്മുടെ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും, അതായത് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ സ്റ്റെപ്പ് വൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകും. സ്റ്റെപ്സ് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ്, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ചൂസ് ദ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് HD of omega. ചൂസ് ദ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് HD of e raised to j omega is equal to e raised to minus j alpha omega, where alpha is equal to n minus 1 by 2. അല്ലെങ്കിൽ e raised to j n minus 1 by 2 into omega എന്ന് എഴുതിയാൽ മതി. നമ്മൾ ഈ ആൽഫ എന്ന് പറഞ്ഞ ടേം എഴുതുന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്തായിരിക്കും, സാമ്പിൾ ദ HD of e raised to j omega at n points. നമുക്ക് തന്നിരിക്കുന്ന n ആണ്, അതുകൊണ്ട് n പോയിൻറ്റ്സിൽ നമ്മളിതിനെ സാമ്പിൾ ചെയ്യും. ചൂസിങ്, ഇനി ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്, 2πk ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ സാമ്പിൾ ചെയ്യും. where k is equal to 0, 1,
2 etc. up to n minus 1. H of k is equal to h d of e raised to j omega, where omega is equal to 2 pi k by n. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെ സാമ്പിൾ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പ്യൂട്ട് h of n using equation below. ഇനി നമ്മൾ IDFT എടുക്കുക എന്ന് IDFT എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ IDFT ഇക്വേഷൻ അല്ല. ഇവിടെ നമുക്ക് പ്രത്യേക ഇക്വേഷൻസ് ഉണ്ട്. അതായത് n ഈസ് ഈക്വൽ ടു ഓഡ് ആൻഡ് n ഈസ് ഈക്വൽ ടു ഈവൻ, അങ്ങനെ രണ്ട് കേസാണുള്ളത്. അപ്പം n ഈസ് ഈക്വൽ ടു 15 ആണെങ്കിൽ എന്താണ്, നമുക്ക് ഓഡാണ്, അതുകൊണ്ട് തന്നെ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. n ഈസ് ഈക്വൽ ടു 14 ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, വേറൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് കേസാണ്. കേസ് 1 ഈസ് n ഈസ് ഓഡ്, n ഓഡാണ്. അങ്ങനെയാണെങ്കിൽ h of n വിൽ ബി ഈക്വൽ ടു 1 by n h of 0 plus 2 into summation k equal to 1 to n minus 1 by 2 r e h of k into e raised to j 2 pi k n divided by n. ഇക്വേഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്കത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, സെക്കൻഡ് വൺ വരുന്നത് എന്താണ്, n ഈസ് ഈവൻ കേസ് 2ൽ. സോ h of n വിൽ ബി ഈക്വൽ ടു 1 by n h of 0 പ്ലസ് സമ്മേഷൻ 2 into summation k is equal to 1 to n by 2 minus 1. സോ അവിടെയാണ് ഒരു ബേസിക് മെയിൻ ഡിഫറൻസ് വന്നത്. എന്താണ്, ഇവിടെ n minus 1 by 2 ആയിരുന്നു, അതായത് n minus 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു. ഇവിടെ n by 2 minus 1 into r e h of k into e raised to j 2 pi k n divided by n. Rest of the equation is same. Now the fourth and final step is take the set transform of h of n using equation h of z is equal to summation n equal to 0 to n minus 1 h of n into z raised to minus n. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം എടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് വഴി നമ്മൾ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട 4 ബേസിക് സ്റ്റെപ്സ് ഇതാണ്. സോ നമുക്കൊരു പ്രോബ്ലം നോക്കാൻ നേരം നമുക്ക് മനസ്സിലാവും. സോ ദ പ്രോബ്ലം ഈസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിറ്റർമൈൻ the coefficients of a linear phase FIR filter of length n is equal to 15. Given n is equal to 15 means we have to use the equation for odd one that has symmetric unit sample response and frequency response given as, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഐഡിയൽ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഡി ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ആണ്. അപ്പോൾ നമുക്കിവിടെ തരുന്ന എച്ച് ഓഫ് എന്നുള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് 2 pi k ഡിവൈഡഡ് ബൈ 15, അതായത് n ഡിവൈഡഡ് ബൈ 15, n is equal to 15 is equal to 1 for k is equal to 0, 1, 2, 3, 0.4 for k is equal to 4 and 0 for
k is equal to 5, 6 and 7. അപ്പോൾ നമ്മൾ k equal to until 8 k equal to 8 വരെയാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് വി ഹാവ് 3 different values depending on the values of k. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് അതൊന്നും നിങ്ങൾ കണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടേക്ക് ദ ഐഡിയൽ റെസ്പോൺസ്. ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? hd of e raised to j omega, and that is equal to e raised to minus j alpha omega equal to e raised to minus j into n minus 1 by 2 into omega, which will be n minus 1 by 2 will be equal to 15 minus 1 by 2, that is 14 by 2 equal to 7. So hd of e raised to j omega will be equal to e raised to minus 7j omega. Okay. ഇനി h of k നമുക്ക് എന്താണെന്ന് അറിയാം? h of k is equal to c into ha of e raised to j omega. c into e raised to j omega. So ഇനി h of k can be written as, so ഇതിൽ നിന്ന് നമുക്ക് h of k നെ എങ്ങനെ എഴുതാം? So h of k can be written as, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം എത്രയാണ്? e raised to minus 7 into j omega എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു നമ്മൾ ഈ സി ആണ് നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ. അതായത് നമ്മൾ എന്ത് ചെയ്യും? അതായത് h of k ഇൻറ്റു സി ഇൻറ്റു hd of e raised to j omega ആണ്. അപ്പോൾ ഇതിൽ നിന്ന് h of k എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ hd of e raised to j omega ഇൻറ്റു നമ്മുടെ എന്താണ്? നമ്മുടെ ബിഗിനിങ്ങിലുള്ള ഈ ഒരു സംഭവം അല്ലേ? അതായത് ഇപ്പോൾ കിട്ടിയ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ h of k എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പം ഇവിടെ എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ എന്താണ്? e raised to minus 7j omega for k is equal to 0, 1, 2 and 3. 0.4 into e raised to minus 7j omega for k is equal to 4. Next വരുന്ന 0 നെ മൾട്ടിപ്ലൈ ചെയ്ത 0, 4, k is equal to 5, 6 and 7. ഇനി h of n എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്തു ഫസ്റ്റ്, നമ്മൾ ഐഡിയ റെസ്പോൺസ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ h of k എങ്ങനെയാണ് വരിക? എന്താണ് നമ്മൾ എഴുതിയത്? c ഇൻറ്റു hd of, ഇവിടെ c ഇൻറ്റു ഞാൻ എഴുതാൻ വിട്ടുവന്നു. c ഇൻറ്റു hd of e raised to j omega വെച്ചിട്ട് നമ്മൾ h of k നമ്മൾ എഴുതി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത്? അതായത് നമ്മളിവിടെ സാമ്പിൾ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, നമുക്കിനി തേർഡ് സ്റ്റെപ്പാണ് നമ്മൾ എന്ത് വരുന്നത്? n is equal to odd ആണ്. സോ h of n-ൻ്റെ ഇക്വേഷൻ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? odd 1-ൻ്റെ ഇക്വേഷൻ. ദാറ്റ് മീൻസ് h of n will be equal to 1 by n into h of 0 plus 2 into summation k equal to 1 to n minus 1 by 2 എന്ന് വെച്ചാൽ എത്രയാണ്? 7. We know that n minus 1 by 2 is 7 and into re into h of k into e raised to j 2 pi kn divided by n. So നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by n എന്ന് പറയുമ്പോൾ 1 by 50 എന്ന് വരും. h of 0 plus 2 into summation k equal to 1 to 7 re into h of k into e raised to j 2 pi kn, j 2 pi kn divided by n എന്ന് പറഞ്ഞാൽ divided by 15. Now നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് h of 0 ആണ്. h of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus j 7 omega അല്ലേ? h of 0 എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിവിടെ e raised to minus j 7 omega ആണ് hd of e raised to j omega. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനും h of 0 k equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? നമുക്കിവിടെ കാണാം
k ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ വരിക? h ഓഫ് 0 എത്രയാണ്? e റേസ് ടു മൈനസ് ജെ 7 ഒമേഗ. അതുപോലെ k ഈക്വൽ ടു 1 ആണെങ്കിലും e റേസ് ടു മൈനസ് ജെ 7 ഒമേഗ ആണ്. k ഈക്വൽ ടു 2, k ഈക്വൽ ടു 3ക്കും വരുന്നതാണ് e റേസ് ടു മൈനസ് ജെ 7 ഒമേഗയാണ്. സോ h ഓഫ് 0 എന്ന് പറഞ്ഞാൽ e റേസ് ടു മൈനസ് ജെ 7 ഒമേഗയാണ്. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക? e റേസ് ടു മൈനസ് ജെ ഇൻറ്റു 7 ഇൻറ്റു 2πk/n എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് e റേസ് ടു മൈനസ് ജെ ഇൻറ്റു 7 ഇൻറ്റു 2πk ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. ഇനി അല്ലെങ്കിൽ നമുക്കവിടെ ഇക്വേഷനില്ല, മെയിൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/15 ഇൻറ്റു e റേസ് ടു മൈനസ് ജെ ഇൻറ്റു 7 ഇൻറ്റു 2πk ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് h ഓഫ് 0 പ്ലസ് ആണ്. പിന്നെ 2 ഇൻറ്റു സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to 7 r e o ഇൻറ്റു h ഓഫ് k ഇൻറ്റു h ഓഫ് k ഇൻറ്റു e റേസ് ടു j 2πk/n ഡിവൈഡഡ് ബൈ 15. നമുക്ക് സോൾവ് ചെയ്യാം. ഇത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/15 ഇൻറ്റു e റേസ് ടു മൈനസ് 7j 2πk ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ഇൻറ്റു ഇനി സമ്മേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്മേഷൻ അന്നേരം 1 to 7 ആണുള്ളത്. ഇനി 1 to 7 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ സമ്മേഷൻ? അതായത് പിന്നെ 3 തരത്തിലുള്ള വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. സോ അപ്പോൾ 3 തരത്തിൽ നമുക്ക് സമ്മേഷൻ എഴുതാം. ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ 0 to 0 അല്ല 1 to 3, അതാണ് 1ഉം 2ഉം 3. 0യുടെ നമ്മൾ ഓൾറെഡി എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരും 4ൻ്റെ മാത്രം, പിന്നെ 5 6 7 എനിവേ ഇറ്റ് ഈസ് 0. സോ അപ്പോൾ 2 ടേംസേ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് വരിക? സമ്മേഷൻ k ഈക്വൽ ടു 1 to 3 എന്താ വരുന്നത്? e റേസ് ടു j 2πk ഇൻറ്റു ഇനി എന്ത് വരും? n മൈനസ് ഡിവൈഡഡ് ബൈ 15. അതെന്താണെന്നാ വന്നത്? ഇറ്റ് ഈസ് 1 e റേസ് ടു 1 ഇൻറ്റു e റേസ് ടു മൈനസ് 7 ഇൻറ്റു ജെ ഒമേഗ എന്നാണ് വരുന്നത്. സോ അപ്പോൾ എന്താണ് നമ്മൾ വരിക? e റേസ് ടു j 2πk ഇൻറ്റു n ഡിവൈഡ് ബൈ 15 ഇൻറ്റു e റേസ് ടു മൈനസ് 7j ഒമേഗ എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് ജെയും നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഒമേഗയ്ക്ക് നമ്മൾ എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഒമേഗയ്ക്ക് നമ്മൾ 2πk ഡിവൈഡ് ബൈ 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഈ ഒരു ഭാഗം എങ്ങനെ വരുന്നത് ഞാൻ എഴുതാം. അതായത് r e ഓഫ് h k ആണ്. അതായത് e റേസ് ടു j 2πkn ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു e റേസ് ടു മൈനസ് j 7 2πk ഡിവൈഡ് ബൈ 15 എന്നാണ് വരിക. സോ ഇറ്റ് വിൽ ബി e റേസ് ടു m ഇൻറ്റു e റേസ് ടു n ആണ്. സോ e റേസ് ടു m പ്ലസ് n ആണ്. സോ എന്ത് വരും? e റേസ് ടു j 2πk ഇൻറ്റു ഇവിടെ എന്താണ് വരുന്നത്? n മൈനസ് 7. ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ഡിവൈഡഡ് ബൈ 15. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വരുന്നത്. ഓക്കെ. ഇനി പ്ലസ് എന്താണ് വരുന്നത്? സെക്കൻഡ് ടേം വരുന്നത് സമ്മേഷൻ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 4ന് മാത്രമാണ്. പ്ലസ് എന്ത് വരും? പ്ലസ് 2 ഇൻറ്റു ഇവിടെ ഈ 2 ഇൻറ്റു 0.4 ഇൻറ്റു e റേസ് ടു അഗെയിൻ j 2πkn പ്ലസ് 7 ഡിവൈഡഡ് ബൈ 15. ഇതേപോലെ തന്നെയാണ് വരുന്നത്. അവിടെ പ്ലസ് 7 വരും. And it will be equal to 1/15 e raised to minus 7 j 2πk divided by 15 plus 2 into summation 1 to 3 e raised to j 2πk n minus 7 divided by 15 plus 2 into 0.4. So into 0.4 is 0.8 e raised to j 2πk 7 plus n divided by 15. ഇതാണ് നമുക്ക് വന്നത്. ഇനി നമ്മളിതിനെ സോൾവ് ചെയ്യാണ് എങ്കിൽ, അതായത് ഈ ഭാഗം k ഈക്വൽ ടു 0ൻ്റെയും
ഇത് k ഈക്വൽ ടു 1 2 3യുടെയും ഇത് k ഈക്വൽ ടു 4ൻ്റെതും. ഓക്കെ, ഇനി അത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 1/15 ഇൻറ്റു 1 പ്ലസ് ഇവിടെ k ഈക്വൽ ടു 0യുടെ നമുക്ക് എന്താണ് 1 പ്ലസ് 2 ഇൻറ്റു സമ്മേഷൻ k ഈക്വൽ ടു 1 2 3 കോസ് 2 pi k ഇൻറ്റു n minus 7 divided by 15 plus 0.8 cos 2 pi k n minus 7 divided by 15. അത് ഐഡൻറ്റിറ്റി ആണ്. e raised to minus j2 pi k n minus n minus 7 അല്ലെങ്കിൽ n minus a divided by 15 എന്ന് വരുമ്പം എന്താണ് വരുന്നത്? cos 2 pi k n minus 7 ആണ്. ഓക്കെ, ആ e raised to എന്നുള്ള ടേം ആണ് നമ്മൾ cos എന്ന് എഴുതിയത്. ബാക്കി തീറ്റ എന്ന് പറഞ്ഞാൽ n minus 2 pi k n minus 7 ആണ്. അത് അതേപോലെ നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമ്മേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. Okay, this will be equal to 1/15 into 1 plus 2 cos summation നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 2 cos 2 pi into n minus 7 divided by 15. അതായത് കേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പ്ലസ് 2 cos 4 pi n minus 7 divided by 15 പ്ലസ് 2 cos 6 into n minus 7 by 15. അതായത് 1 2 3 അതാണ് ഈ കിട്ടിയേക്കുന്നത്. പ്ലസ് 0.8 അല്ലെങ്കിൽ പ്ലസ് 0.8 cos 8 pi into n minus 7 by 15. അതായത് നമ്മൾ n is equal to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ k equal to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് 2 into 4 8 എന്ന് വരും. അതുകൊണ്ടാണ് ഇവിടെ 8 വന്നത്. അപ്പം ബാക്കി ടേംസ് ഇത് 1ൻ്റെ 2ൻ്റെ 3ൻ്റെ പിന്നെ 0യുടെ 1 വന്ന് എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ. e raised to കേക്ക് ഇത് കൊടുക്കുമ്പോൾ ഇത് 0 എന്ന് വരും. e raised to 0 is 1. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ലാസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂസ് കൂടെ കണ്ടുപിടിക്കണം. സോ h of n will be equal to h of n minus 1 minus n. നമുക്കൊരു പ്രോപ്പർട്ടിയാണ്, അതായത് സിമെട്രിക് പ്രോപ്പർട്ടി. Substitute n is equal to 0 to 40. നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? n is equal to 0 മുതൽ 14 വരെ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് h of 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തെല്ലാം n-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത n is equal to 1 വരുമ്പം ഇതിനകത്ത് n-നെല്ലാം നമ്മൾ എന്ത് കൊടുക്കണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 14 വരെ ചെയ്ത് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ചെയ്തു തരാം. h of 0 എന്ന് പറയുമ്പോൾ എന്താണ്? 1/15 into 1 plus 2 cos 2 pi into 0 minus 7 എന്ന് പറഞ്ഞാൽ minus 7/15 വരും. പ്ലസ് 2 cos 4 pi into minus 7/15 വരും. പ്ലസ് 2 cos 6 into minus 7 divided by 15 വരും. പ്ലസ് 0.8 cos 8 pi into minus 7 divided by 15 വരും. അപ്പോൾ ഇതിനകത്ത് n-നെല്ലാം 0 നമ്മൾ കൊടുത്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂസ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് h of 0 will be equal to minus 0.014. ഇനി ഈ h of 0 will be equal to എന്താണ്? നമ്മളിവിടെ മേലത്തെ ഇക്വേഷൻ അനുസരിച്ച് h of n is equal to h of n minus 1 minus n ആണ്. സോ h of 0 will be equal to h of 15 minus 1 minus 0 will be equal to h of 14. So h of 0 will also be equal to h of 14. അപ്പോൾ നമുക്ക് 14 വരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാഫ് ടേംസ് ഈക്വൽ ടു അതർ ഹാഫ് ടേംസ് എന്ന് എഴുതാം. സിമിലർലി h of 1 will be equal to എന്ത് ചെയ്യണം? നമുക്ക് 1/15
1 plus 2 cos 2 pi into 1 minus 7 എന്ന് പറയുമ്പോൾ -6 വരും ഡിവൈഡഡ് ബൈ 15 പ്ലസ് 2 cos 4 pi into 1 minus 7 എന്ന് വരുമ്പോൾ -6 by 15 പ്ലസ് 2 cos 6 pi into -6 by 15 plus 0.8 cos 8 pi into -6 by 15 എന്ന് വരും. So the answer will be h of 1 will be equal to equation substitute ചെയ്യുമ്പോൾ h of 1 will be equal to h of 13. It will be equal to minus 1.94 into 10 power minus 3. അപ്പോൾ നമുക്ക് അതും കിട്ടി. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, h of 7 വരെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതർ ഹാഫിൽ നമുക്ക് വാല്യൂസ് കിട്ടും. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം നമുക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു സമ്മേഷൻ എച്ച് ഓഫ് 0 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എച്ച് ഓഫ് n ഇൻറ്റു സെഡ് റേസ് ടു മൈനസ്. ഇത് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്യുക, അതല്ല എങ്കിൽ ഇത്ര നമ്മൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളെങ്കിൽ ഇത്രയും ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ ഒന്നുകൂടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.